ലിബിയൻ പ്രസിഡന്റായിരുന്ന കേണൽ ഗദ്ദാഫിയുടെ മൃതദേഹം വിട്ടു നൽകണമെന്ന് ഗോത്ര നേതാക്കളും ബന്ധുക്കളും നിലവിലെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് UN സഭയെ സമീപിക്കുമെന്നുള്ള പ്രസ്താവനയും പുറത്തു വന്നു. ലിബിയയിൽ ഇപ്പോൾ പുതിയൊരു വിവാദം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വിഷയം അതിൽ പറയുന്നുണ്ട്. ഒന്ന്, ഗദ്ദാഫിയുടെ മൃതദേഹം ഇപ്പോഴും അടക്കം ചെയ്തിട്ടില്ല. തെല്ലാജ പോലെയുള്ള ഈ തണുത്ത ഫ്രീസർ പോലെയുള്ള ഏതെങ്കിലും മേഖലയിൽ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചില പ്രാദേശിക റിപ്പോർട്ടാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. യോഗ്യമായ റിപ്പോർട്ടല്ലെന്ന് സർക്കാർ അതിനായിട്ട് മറുപടി നൽകുകയും ചെയ്തു. രണ്ടാമത്തെ ഭാഗം പറയുന്നത് ലിബിയയുടെ ഒറ്റപ്പെട്ട മരുഭൂമിയിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനാണ് ഏറെക്കുറെ സ്ഥിരീകരണമുള്ളതും ഗവൺമെൻറ് തലത്തിൽ സ്ഥിരീകരിക്കുന്നതും ആ കാര്യമാണ്. എന്നാൽ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്ന കാര്യം, ബന്ധുക്കളും ഗോത്ര നേതാക്കളും പറയുന്ന കാര്യം ഏറെക്കുറെ തത്തുല്യമായ രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ അടക്കം ചെയ്തിട്ടില്ലെങ്കിൽ മൃതദേഹം വിട്ടുതരിക, അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് അടക്കം ചെയ്തത് എന്ന് കാണിച്ചു തരിക. ഇത് രണ്ടിനോടും സർക്കാരിന് യോജിപ്പില്ല. അതോടുകൂടി ഈ ഗോത്രവർഗ വിഭാഗങ്ങളും അതേപോലെ തന്നെ ഈ ഗദ്ദാഫി അനുകൂലിക്കുന്ന രാഷ്ട്രീയ സംഘടനകളും സജീവമാകുന്ന ഒരു രീതി ലിബിയയുടെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. 2011 ഒക്ടോബർ 20 ലിബിയയിലെ ട്രിപ്പോളിക്കടുത്ത് വെച്ച് സിർത്ത് എന്ന നഗരത്തിനോട് ചേർന്ന് ലിബിയയുടെ പ്രസിഡന്റായിരുന്ന കേണൽ ഗദ്ദാഫി കൊല്ലപ്പെടുന്നത്. വെടിവെച്ച് കൊന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ക്രോസ് ഫയറിൽ വെടിയേറ്റു എന്ന റിപ്പോർട്ടും ആദ്യം വന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ തോക്കിൽ നിന്ന് ഉണ്ട പുറത്തു പോയിട്ടില്ല എന്ന് പിന്നീട് പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കി. സ്വർണത്തിൻ്റെ ഒരു തോക്കായിരുന്നു ആ സമയത്ത് മറ്റുള്ള വിമത സൈനികർക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത്. അതിലെ 8ഓളം ഉണ്ടകൾ ഉണ്ടായിരുന്നു. ഉണ്ടകൾ ഒന്നും പുറത്തു പോയിട്ടില്ല എന്നതിനാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടന്നിട്ടില്ല എന്നുള്ളതും ഗദ്ദാഫിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു, അത് ക്രൂരമായ രീതിയിൽ എന്നാണ് അന്നത്തെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത്. അടക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഭരണാധികാരികൾ പറഞ്ഞിരിക്കുന്നത് ലിബിയയുടെ മരുഭൂമിയിൽ അറിയപ്പെടാത്ത ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. അത് മരണപ്പെട്ടത് ഒക്ടോബർ 20 ഒക്ടോബർ 25 അടക്കം ചെയ്തത്. ആ 4 ദിവസം ആളുകൾക്ക് പ്രദർശനത്തിന് വേണ്ടി, അതായത് കാണാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. കല്ലറ കലാപ കേന്ദ്രമാക്കാതിരിക്കാനും കലാപങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും ഒഴിവാക്കാനും ഇവിടെ അടക്കം ചെയ്ത പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു യൂണിറ്റിയോ സംവിധാനങ്ങളോ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് തങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് ലിബിയയുടെ ഭരണാധികാരികൾ അന്ന് പ്രതികരിക്കുകയും ചെയ്തു. 1969 സെപ്റ്റംബറിലാണ് ഗദ്ദാഫി അധികാരം വിൽക്കുന്നത്. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഇദ്രീസ് രാജാവിനെ അട്ടിമറിച്ച് സൈനിക കമാൻഡറായിരുന്ന ഗദ്ദാഫി ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. 42 വർഷം ഗദ്ദാഫി ലിബിയ ഭരിച്ചു. 42 വർഷം എന്ന് പറയുന്ന തുടർച്ചയായ രീതിയിൽ ഇത്രയും വർഷം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ചരിത്രത്തിൽ ആദ്യമെന്ന, ലോകത്ത് ഏറ്റവും ദീർഘകാലം ഭരണം നടത്തിയ ഒരു വ്യക്തി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. 2011 ആരംഭിച്ച മുല്ലപ്പൂ വിപ്ലവം ലിബിയയിലും പടർന്ന് പന്തലിക്കുകയും അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായിട്ട് മാറുകയും ചെയ്തു. അതിന് ഒരു വിമത സേനയും സംവിധാനവും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി. അതിന് നാറ്റോ സഖ്യം ഗദ്ദാഫിക്കെതിരെ വിമത സഖ്യത്തെ സഹായിച്ചുകൊണ്ട് പിന്തുണ നൽകി. കൂടെ അമേരിക്ക പിന്തുണ നൽകാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം പാൻ അമേരിക്കൻ വിമാനം ഗദ്ദാഫിയുടെ 2 അളിയന്മാർ വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ലിബിയയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അമേരിക്ക ഗദ്ദാഫിയുടെ അളിയന്മാരായിരിക്കുന്ന 2 പ്രതികളെയും വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് ഗദ്ദാഫി മറുപടി പറഞ്ഞു, കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കാൻ എല്ലാവിധ സംവിധാന കാര്യങ്ങളുള്ള രാജ്യമാണ് ലിബിയ, ഇവിടെ അവർ ശിക്ഷ അനുഭവിക്കട്ടെ. മറ്റൊരു രാജ്യത്തിന് പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ വിട്ടു നൽകാൻ വേണ്ടി തങ്ങളുടെ രാജ്യത്തിലെ ഭരണഘടന അനുശാസിക്കുന്നില്ല എന്നതിനാൽ അമേരിക്കക്ക് വിട്ടു നൽകില്ലെന്ന് ഗദ്ദാഫി പറയുകയും ചെയ്തു. അതോടുകൂടി ഗദ്ദാഫിയും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിൽ വിഷയങ്ങളുണ്ടായി. പിന്നീട് സാമ്പത്തിക ഉപരോധമടക്കം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ കേസായി, അന്താരാഷ്ട്ര തലത്തിൽ കേസ് വന്നു. ഒടുവിൽ
ലിബിയയുടെ ഈ അളിയന്മാരാണ് വെടിവെച്ചിട്ടത് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാൻ അമേരിക്കൻ വിമാനത്തിൽ യാത്ര ചെയ്തവരുടെ കുടുംബത്തിനും വിമാനത്തിനുമടക്കം ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ ഗദ്ദാഫിയുടെ ലിബിയ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ആ പ്രശ്നം തീർക്കുകയാണ് അന്ന് ചെയ്തത്. പക്ഷേ പാമ്പിൻ്റെ പക പോലെയാണ് അമേരിക്കയുടേത്. അത് അവർ അവസാനിപ്പിക്കില്ല. അത് പക വെച്ചുകൊണ്ട് പിന്നീട് പല അവസരങ്ങൾ വരുന്ന സമയത്തൊക്കെ ഗദ്ദാഫിയെ ആക്രമിക്കുക അല്ലെങ്കിൽ ഈ ലിബിയ ആക്രമിക്കുക എന്നുള്ളത് സ്ഥിരം പരിപാടിയായി അമേരിക്ക മാറ്റി. അവിടെ ഗദ്ദാഫിയെ പ്രതി ചേർത്താൻ വേണ്ടി പുതിയൊരു അന്വേഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഈ UN സഭയിൽ അതിനുവേണ്ടി ഒരു പുതിയ പ്രമേയ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു. അതോടനുബന്ധിച്ച് UN നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുകയും വിശദമായ രീതിയിൽ അന്വേഷണം നടത്തിയതിൽ ഗദ്ദാഫി അതിൽ പ്രതിയല്ല എന്ന് തെളിയുകയും ചെയ്തു. പക്ഷേ അത് അമേരിക്കയ്ക്ക് വിശ്വാസമില്ലായിരുന്നു എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഗദ്ദാഫിയുടെ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് ഇപ്പോൾ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം നിലവിലുള്ളത്. സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി, അതാണ് ആദ്യത്തെ മൂത്ത മകൻ. ലിബിയയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അനുമാനിക്കുന്നു. ആ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് ലിബിയയിലുണ്ട്. ഇതിനു മുൻപ് തന്നെ അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ അറസ്റ്റ് ചെയ്ത് വിട്ടതാണ്. ലിബിയയിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ മകൻ എന്ന ഹന്നീബാൽ ഗദ്ദാഫി, അത് ലെബനാനിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. മൂന്നാമത്തെ ആൾ ഐഷ ഗദ്ദാഫി എന്ന് പറയുന്ന മകളാണ് ഒമാനിൽ ജീവിക്കുന്നത്. ഇവരുടെ ഒരു കുടുംബം നീണ്ട ഒരു ശൃംഖല പോലുള്ള കുടുംബമാണ്. ലിബിയയുടെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് അനുമാനിക്കുന്നത്. മാത്രമല്ല ഈ ഗദ്ദാഫിയുടെ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി ഈ വലിയ രീതിയിലുള്ള ഈ കുടുംബങ്ങൾ അവർ ഗദ്ദാഫിയുടെ അഡ്രസ്സ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാറില്ല. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഒതുങ്ങിക്കൂടുന്നൊരു രീതിയിലാണ് ഈ ഗദ്ദാഫിയുടെ കുടുംബം നിലവിലുള്ളത്. അത് ദീർഘമായിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ കുടുംബമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഗോത്ര നേതാക്കൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ നിലപാടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാറുണ്ട്. ഇപ്പോഴും പറഞ്ഞ കാര്യം ഇതാണ്: ഗദ്ദാഫിയെ അടക്കം ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൃതദേഹം വിട്ടുതരണം. അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥലം കാണിച്ചു തരണം. ഇത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. 2011 അധികാരത്തിലെത്തിയ ഇടക്കാല ഭരണകൂടമാണ് ഈ നിലപാടിന് അല്ലെങ്കിൽ ഈ അഭിപ്രായത്തെ തടഞ്ഞത്. അന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. NTC, നാഷണൽ ട്രാൻസിഷണൽ കൗൺസിൽ, ഇവരാണ് ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്ന സംവിധാനം അല്ലെങ്കിൽ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന പാർട്ടി. അവർ പറഞ്ഞിരിക്കുന്നത് ആവർത്തിച്ചുകൊണ്ട് അവർ പറയുന്നു, കലാപവും പ്രതികാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, രാഷ്ട്രീയപരമായ അസ്ഥിരത, ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബില്ലാദനെ ബില്ലാദൻ്റെ മൃതദേഹം വിട്ടു നൽകാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഇതാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ മരണപ്പെട്ട അടക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് വിശ്വാസികൾ ഏകോപിപ്പിച്ചുകൊണ്ട് പുതിയൊരു പ്രശ്നങ്ങളോ പുതിയ സംഘടന ഉണ്ടാക്കുന്നതിന് അമേരിക്ക ഭയപ്പെടുന്നു എന്നതിനാൽ അടക്കം ചെയ്ത സ്ഥലം എവിടെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല അടക്കം ചെയ്യുകയല്ല ചെയ്തത്, അത് കടലിൽ കെട്ടിത്താഴ്ത്തുകയാണ് ചെയ്തത് എന്നാണ് അമേരിക്ക പിന്നീട് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത്. അനുബന്ധിച്ചുകൊണ്ട് ഈ അടക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച കപ്പലിനൊക്കെ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പറയുന്നത് കാര്യം ഇങ്ങനെയാണ്. ഈ ഗദ്ദാഫിയുമായിട്ട് ബന്ധപ്പെട്ട പറയുന്നതിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഇങ്ങനെ കാണുന്നു: സിർത്തിലെ ഒരു തണുത്ത മുറിയിൽ 4 ദിവസം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗദ്ദാഫിയുടെ മൃതദേഹം കാണിച്ചു കൊടുത്തു. കുടുംബക്കാരുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അവരെ തടയപ്പെടുകയും ചെയ്തു. എന്നാൽ പല ആളുകളും കുടുംബമല്ലാത്ത രീതിയിൽ സാധാരണക്കാരെ പോലെ മൃതദേഹം കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അവർ എവിടെ ചെയ്യുന്നുണ്ട്? ഈ ഐസ് മുറിയിൽ മൃതദേഹം വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് അത് ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾക്ക് പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒളിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെ ആളുകൾ പറയാതിരിക്കാൻ വേണ്ടി ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. പിന്നീട് രഹസ്യ കേന്ദ്രത്തിലേക്ക് മതാചാരപ്രകാരം മാറ്റുകയും അവിടെ അടക്കം ചെയ്യുകയും ചെയ്തു. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട പ്രദേശത്ത് എവിടെയാണെന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിലാണ് ഈ പറയപ്പെട്ട NTC എന്ന് പറയുന്ന ഗവൺമെൻറ് അനുമതിയോടുകൂടി ഈ അടക്കം ചെയ്യപ്പെട്ടത് എന്നതാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും UN സഭയുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഈ വിഷയത്തിൽ ഗൗരവപരമായ രീതിയിൽ ഇടപെടൽ നടത്തുകയും അദ്ദേഹത്തിനെ, അതായത് ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്ന രീതിയെ അപലപിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളത് മാനുഷികപരമായ രീതിയിൽ കുടുംബത്തോട് ചെയ്യേണ്ട സഹായമാണ്, അല്ലെ കാരുണ്യമാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ വിട്ടുകൊടുത്തിട്ടില്ല എന്ന് ചുരുക്കം. ലിബിയൻ അറബ് സോഷ്യലിസ്റ്റ് യൂണിയൻ ASU, ഇതായിരുന്നു ഗദ്ദാഫിയുടെ രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു വിമത പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അന്നും ഇന്നും ലിബിയയുമായിട്ട് ബന്ധപ്പെട്ട് കലാപങ്ങളോ വിഷയകാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പകരം എന്ത് ചെയ്തിട്ടുണ്ട്? പാൻ അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടു എന്നത് മാത്രമല്ല, ഗദ്ദാഫിക്കെതിരെ അമേരിക്ക തിരിയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, ഗദ്ദാഫി ഒരു അമേരിക്കൻ വിരുദ്ധനായിരുന്നു, ഇസ്രായേൽ വിരുദ്ധനായിരുന്നു. എപ്പോഴും ഏത് സമയത്ത് UN സഭയിലൊക്കെ എത്തിയ വളരെ കൃത്യതയോടുകൂടി തന്നെ ഇസ്രായേലിനെയും അമേരിക്കയും വിമർശിക്കുക എന്നുള്ളത് ഗദ്ദാഫിയുടെ ഒരു ആഗ്രഹവും ഒരു താല്പര്യവുമായിരുന്നു. അതങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനോട് എതിർപ്പുള്ള അമേരിക്കയാണ് ഇങ്ങനെ ഒരു കെണിയൊരുക്കിയത് എന്ന് ചുരുക്കം. ഒരു വിമത പക്ഷത്തെ സംഘടിപ്പിക്കുന്നു, അവർക്ക് ആയുധങ്ങൾ നൽകുന്നു, എന്നിട്ട് അവിടുത്തെ സൈനികർക്ക് നേരെ വെടിവെക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെയാണ് അവിടെ കലാപമായി മാറിയത്. ട്രിപ്പോളിയിൽ നിന്ന് സൈനികരോടൊപ്പം രക്ഷപ്പെടുന്നതിനിടയിൽ നാറ്റോ സഖ്യോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ യുദ്ധവിമാനം ആകാശത്ത് നിരീക്ഷണം നടത്തിയിട്ടാണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ചിത്രങ്ങൾ അവിടുത്തെ കലാപം നടത്തുന്ന വിമതർക്ക് കൈമാറുന്നത്. ഇന്ന സ്ഥലത്തുനിന്ന് അവർ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നതിൻ്റെ ഇടയിൽ കാറിനിടയിൽ അവർ ബോംബിട്ടുന്നു, ബോംബിട്ട ശേഷം ബോംബ് പൊട്ടിച്ചെതറുന്നു, ഒരുപാട് സൈനികർക്ക് പരിക്കേറ്റുന്നു. അതിൽ നിന്ന് ചില ആളുകൾ രക്ഷപ്പെട്ടു, ചില ആൾ കൊല്ലപ്പെട്ടു. രക്ഷപ്പെട്ടതിലായിരുന്നു ഗദ്ദാഫി ഉണ്ടായിരുന്നത്. അയാളൊരു പച്ചക്കറി ഈ ഗോഡൗണിൽ അഭയം തേടി എന്ന് പറയുന്നു. അവിടെ വെച്ച് വെടിവെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒടുവിൽ ഗദ്ദാഫി പരാജയപ്പെടുന്നു. പിന്നീട് ഗദ്ദാഫിയെ പിടികൂടുന്നു. പരസ്യമായി വിചാരണ ചെയ്യുന്ന രീതിയിൽ ജനങ്ങളുടെ മുൻപാകെ വെച്ച് വിവസ്ത്രധാരനാക്കിക്കൊണ്ട് വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ നിലപാട് കാര്യങ്ങളെയൊക്കെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഭരണകൂടം രംഗപ്രവേശം ചെയ്തിരിക്കുന്നവർ. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മൃതദേഹം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. കലാപവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിലവിൽ അത് പറഞ്ഞു തരാൻ പ്രയാസമുണ്ട് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. എന്നാൽ ഈ ആവശ്യങ്ങൾ ഗൗരവമായതോടുകൂടി ഗവൺമെൻറ് തലവും ഇപ്പോൾ പ്രതിസന്ധിയിലാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.